എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ മീനും ഉരുളക്കിഴങ്ങും വെച്ചുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. പയലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ദശയുള്ള ഏത് മീനും ഇതിനെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇനി ആ സമയം തന്നെ ഒരു പാൻ എടുത്തതിലോട്ടൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 4 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇത് ബ്രൗൺ കളറൊന്നും ആവരുത്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് നൈസായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി കൂടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞിട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കിഴങ്ങ് വെന്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഉടച്ചെടുത്ത കിഴങ്ങിലോട്ട് അരിഞ്ഞ് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് നേരത്തെ വഴറ്റിയെടുത്ത കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച മീൻ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഓരോ ചോറ്റുരുളയോളം പോകുന്ന ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആകൃതിയിലും ഷേപ്പിലൊക്കെ മാറ്റിയെടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിതിവിടെ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 4 ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ഉരുളകളും നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളും ഇതേപോലെ ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം നമ്മുടെ തീ ഒന്ന് കുറച്ച് വെക്കണേ. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് കൂടിയാണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ബാക്കി ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ഉരുളകളും കൂടി ഈ എണ്ണയിലോട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഉരുളകളും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓളെന്ന് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.